റിവിഷൻ നോട്ട്സ് എഴുതുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും റിവിഷൻ എടുക്കുമ്പോൾ ഈ റിവിഷൻ നോട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഇതിൽ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് പഠിച്ചത് മറന്നുപോകുക, അല്ലെ? എല്ലാവരും മറന്നു പോകുന്നുണ്ട് മിസ്സേ. അവസാനം ആകുമ്പോഴത്തേക്ക് പലരും പറയുന്ന ഒരു കൺസേൺ ആണ്, പഠിച്ചൊക്കെ മറന്നു പോകുന്നു, ഒന്നും തന്നെ ഓർമ്മയിലില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? അത് നമ്മൾ പഠിക്കുന്നത് മെമ്മറൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്. അപ്പൊ അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ഓർത്തു വെക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് പ്രൂവൺ ആയിട്ടുള്ള സയന്റിഫിക് ടെക്നിക്സ് ആണ്. ഇതിൽ ചിലർക്ക് വർക്ക് ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. യു ഹാവ് ടു കസ്റ്റമൈസ് ആൻഡ് അഡോപ്റ്റ് ദ ഗുഡ് തിങ്. അതായത് നിങ്ങൾക്ക് പറ്റുന്ന വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഫോർമുല ആണെങ്കിലോ വാല്യൂസ് ആണെങ്കിലോ ഒത്തിരി കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഓഫ് കോഴ്സ് അത് മറന്നു പോകും, ഹ്യൂമൻസ് ആണ്, മറന്നു പോകും. നമ്മളെല്ലാവരും ഒന്നും സൂപ്പർ പവർ ഉള്ള ആൾക്കാരല്ല. ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഷോർട്ട് കം നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മറന്നു പോകുന്ന പ്രശ്നം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്സസ് എന്ന് പറയുന്നതിന് നമ്മുടെ ഈ എക്സാം പ്രിപ്പറേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും മികച്ച തിങ് വാട്ട് യു ക്യാൻ ഡു ഇസ് റിവൈസ്. റിവിഷൻ എന്ന് പറയുന്നത് കീ ടു സക്സസ് എന്ന് തന്നെ പറയാം. രണ്ട് കാര്യങ്ങളാണ് കീ ടു സക്സസ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന. ഒന്നെന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റിവിഷനാണ്. ഈ റിവിഷൻ എന്ന് പറയുന്ന കാര്യം എന്നും എല്ലായ്പ്പോഴും എഫക്റ്റീവായി കൃത്യതയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏത് പരീക്ഷയ്ക്കും എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ റിവിഷൻ ഇസ് ദ കീ ടു സക്സസ്. ആ ഒരു കാര്യം മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിവിഷന്റെ കാര്യങ്ങൾ തന്നെ 3 രീതി നമുക്ക് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഓഫ് ലേണിംഗ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ പഠിക്കാം, ലാപ്ടോപ്പിലൂടെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാം. എന്താ പറയുക, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അതായത് ഇപ്പം ഏതൊരു ഹ്യൂമൻ ബീങ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഏതെങ്കിലും ഒരു സെൻസ് ഭയങ്കര ഉയർന്നതായിരിക്കും. ലൈക്ക് ചിലർക്ക് കാഴ്ചയായിരിക്കും, ചിലർക്ക് കേൾവിയായിരിക്കും, ചിലർക്ക് പറച്ചിലൂടെയായിരിക്കും. അപ്പം ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ആക്ച്വലി പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. അതായത് അവർക്ക് ഈ മൗത്ത് സ്പീക്കിംഗ് ആണ് അവരുടെ ഏറ്റവും എക്സലായിട്ട് നിൽക്കുന്ന ഒരു എബിലിറ്റി എന്ന് പറയാം. ഇനി അതല്ല, ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ മതി, ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലർക്ക് കണ്ട് ലൈക്ക് അനിമേറ്റ് ചെയ്ത് കാണുന്നത്, അല്ലെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത്, ഇപ്പം റൂഫിന്റെ പാർട്സ് ഒക്കെയാണ്, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാൽ മതി, ഒരാൾ ഇത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് നിന്ന് പറഞ്ഞു കേൾവി കൊണ്ട് ഭയങ്കരമായിട്ട് എക്സൽ. അപ്പം നിങ്ങളുടെ ഒരു സെൻസ്, റീഡിംഗ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, വിഷ്വൽ. ഞാൻ പറഞ്ഞ പോലെ വായിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ഉണ്ട്, വിഷ്വൽ ടെക്നിക്സ്. അപ്പം ഈ 3 സെൻസസ് ഉണ്ട്. ഈ 3 സെൻസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഇതിൽ ഒരെണ്ണം മാത്രം അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഏതാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് എന്നാലും 3 അഡോപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരുന്ന ടെക്നിക്ക് കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതുണ്ടെങ്കിൽ വിഷ്വലി നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലതും നമ്മൾ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് റോഡിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷ്വലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിഷ്വലിയും കൂടി നിങ്ങളുടെ എന്താ പറയുക ഐഡിയ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കാം. ഇനി റീഡിംഗ് ടെക്നിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു. റീഡിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വായിച്ചിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുപോലെ നമ്മൾ മറന്നു പോകാനും ചാൻസ് കൂടുതൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു 20 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പെട്ടെന്ന് ഫോണൊന്നും എടുത്ത് നിൽക്കരുത്. അപ്പം ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് 15 അരമണിക്കൂറായിപ്പോൾ. അപ്പം ഫോണൊക്കെ മാറ്റി വെച്ച് ബാക്കി ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ഓർമ്മ ആണ്, ഓഫ് കോഴ്സ് ശരിയാണ്. അപ്പോൾ ആ ദിവസം ഓർമ്മ ആണ്, അടുത്ത ദിവസം ചിലപ്പോൾ ഓർമ്മ ആണ്, 3-ാമത്തെ ദിവസമാണ് മറന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റീഡിംഗ് ടെക്നിക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ പീരിയോഡിക്കലി ഇത് തന്നെ ഒന്ന് വീണ്ടും വായിക്കാൻ നോക്കുക. അതായത് 2 ദിവസം പഠിച്ചത് 3-ാമത്തെ ദിവസം വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക, പിന്നെ 2 ദിവസം പഠിക്കുക, റിവൈസ് ചെയ്യുക. അതായത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച 7 ദിവസം ഉള്ളതിൽ 5 ദിവസം പഠിച്ചിട്ട് 2 ദിവസം റിവിഷന് വേണ്ടി മാറ്റിയേക്കാം. അപ്പോൾ ഈ 2 ദിവസം റിവിഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് പഠിക്കുന്ന 5 ദിവസത്തെ 6-7ാമത്തെ ദിവസം വീണ്ടും റിവൈസ് ചെയ്യുന്നു. അടുത്ത വീക്കിലേക്ക് മുമ്പ് 2 ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് അതിന് മുന്നത്തെ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ലോഡ് കൂടുതലല്ലേ, 2 ദിവസം കൊണ്ട് എങ്ങനെ പറ്റും. കാര്യം ആദ്യത്തെ ആഴ്ചയിൽ ഓൾറെഡി നമ്മൾ റിവിഷൻ പോയതാണ്. അപ്പം നമുക്ക് റിവിഷൻ നോട്ട്സിനകത്ത് വീണ്ടും പോയിന്റ്സുകളുടെ മറന്നു പോകുന്ന കാര്യങ്ങളുടെ എണ്ണവും കുറയും. അപ്പം മറന്നുപോയ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയും, റിവിഷൻ നോട്ട്സ് എഴുതുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി.
പിന്നെ നിങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും റിവിഷൻ എടുക്കുമ്പോൾ ഈ റിവിഷൻ നോട്ട് എടുത്ത് വായിച്ചു നോക്കുക. ഇതിൽ ഓർമ്മയില്ലാത്ത പെൻസിൽ വെച്ചൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. പിന്നെയും അതിനുശേഷം വീണ്ടും റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ റിവിഷൻ നോട്ടിൽ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യം ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഇനിയും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ വര അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്ന് ഓർമ്മ കിട്ടുന്നോ അന്ന് പെൻസിൽ റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെ നിങ്ങൾ പീരിയോഡിക്കലി ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഈ വായിച്ച് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറന്നു പോകാതിരിക്കാനുള്ള ചാൻസ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ PWD-A നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PWD-A നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇനി ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാം ആയിട്ട് കണക്കാക്കി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ PWD-യുടെ കോഴ്സ് സ്പെഷ്യൽ കോഴ്സ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാം, താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഓഡിയോ ടെക്നിക്കാണ്. ഓഡിയോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കേട്ടാൽ മതി. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുണ്ടായിരിക്കും, അത് പഠിപ്പിച്ചിരുന്ന് കണ്ടും കേട്ടും കൂടാണ് നമ്മൾ പഠിക്കുക. ഇനി ഓഡിയോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട് ഇരുന്ന് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. അപ്പം നിങ്ങൾ ബുക്കെല്ലാം അടച്ചു വെച്ച് അവർ പറയുന്നത് കേൾക്കുവാണ്. അതിനാണ് സ്റ്റഡി സർക്കിളിൻ്റെ നിങ്ങളുടെ ഒരു ഉപയോഗം വരിക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പ്രിപ്പയറിംഗ് ഫോർ ദ സെയിം എക്സാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവർക്ക് ഇത്രയും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിക്കാം, ഒരാൾക്ക് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് അതും ഒരു ഓഡിയോ മെത്തേഡാണ്. അതും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. കാര്യം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇനി വിഷ്വൽ ടെക്നിക്സ് ആണ്. വിഷ്വൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബീമിൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എത്രയും കൂടെ മനസ്സിലാവുന്നില്ല. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. കാൻഡിലിവർ റീറ്റെയിനിങ് അല്ലെങ്കിൽ റീറ്റെയിനിങ് മോൾ എടുത്തോ. റീറ്റെയിനിങ് മോളിൽ നിങ്ങൾക്ക് വരുമ്പോൾ ടോ ഉണ്ട്, ഹീലുണ്ട്, സ്റ്റെം ഉണ്ട്. ഇതിൽ എവിടെയാണ് ടെൻഷൻ വരിക? ടെൻഷൻ വരുന്ന ഭാഗത്താണല്ലോ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഏത് ഭാഗത്ത് കൊടുക്കും, അപ്പോൾ അത് എങ്ങനെ ബെൻഡ് ചെയ്യുന്നു, കാൻഡിലിവർ ബീമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ആ അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് വിഷ്വലൈസേഷൻ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ സെൻസസിൽ ഏതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സെൻസസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് നിങ്ങൾ അവിടെ എഫക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് പഠിച്ചതൊന്നും തന്നെ മറന്നു പോകാൻ ചാൻസ് ഇല്ല. സോ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വിഷ്വലി കാണാൻ പറ്റും. അതിന് ഓഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട് സർക്കിൾ ഫോം ചെയ്യുക. ആൻഡ് പഠിക്കുന്നവർ, വായിച്ച് പഠിക്കുന്ന റീഡിങ് ടെക്നിക്സ് ഉള്ളവർക്ക് ആ ഒരു മെത്തേഡിൽ പറഞ്ഞ പോലെ റിപ്പീറ്റഡ്ലി പഠിച്ചുകൊണ്ടിരിക്കുക, റിവിഷൻ നോട്ട്സ് അവിടെ ഉപയോഗിക്കുക. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.